ഗർഭഛിദ്രം നടത്തി ഗുളിക കൊടുത്തു എന്ന് പറയുന്നവൻ പുറത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ച പെൺകുട്ടി പുറത്ത്. രാഹുൽ ഈശ്വർ അകത്ത്. രാഹുൽ ഈശ്വർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെതിരെ പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചകത്തിരുന്നൊരു സാഹചര്യമാണ്. സെൻസേഷണൽ ആവുന്ന ഇത്തരം കേസുകൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഇവിടെ ഒരു മാറ്റം വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ ഈശ്വർ സെലക്ട് ചെയ്ത് ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ആദ്യം ഒരു പീഡന എന്ന് പറയുന്ന അബോർഷൻ ആ ഒരു ട്വിസ്റ്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ അത് ബലാത്സംഗമായി. അതിനുശേഷം മൂന്നാമത്തെ പീഡനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പോക്സോ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ ഒരു 10%, 90% പോട്ടെ, 10% എന്ന് പറയുന്നത് ഫേക്കാണ്. നടി എന്ന് പറയുന്നത് ഫെയിമുണ്ട്, പണമുണ്ട്, ആ രീതിയിൽ അത്രത്തോളം ഒരു സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കുന്ന ആളാണ്. എന്നിട്ടും അവർക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല. ചിത്രേ, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുവന്നിരുന്നൊരു പ്രതിഭാസമായിരുന്നു ചില അധികം ഈ പറയുന്ന അലിഗേഷൻസ് പുറത്തേക്ക് വരുന്നു. എനിക്ക് ഒരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുന്നു അലിഗേഷൻ്റെ പുറത്തേക്ക് രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരാളായ ഈ പറയുന്ന രാഹുൽ ഈശ്വർ വന്ന് നിന്നിട്ട് ഈ പറയുന്ന അതിജീവിതകളെ എതിർത്ത് സംസാരിക്കുകയും അതേപോലെ പുരുഷന്മാരുടെ നീതികളെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രവണത ഈ പറയുന്ന സവാദിന്റെ കേസ് തൊട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ വളരെ ശക്തമായി അതിജീവിതകൾക്കെതിരെ തെളിവുകളുമായി രംഗത്തേക്ക് വന്നു. അതിനുശേഷം അകത്ത് പോയി. ദിലീപ് കേസിലേക്ക് പുള്ളിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല, കാരണം അകത്തായിരുന്നു പുള്ളി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനകത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ ചില നിലപാടുകൾ, ചിലതൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത്. ഇത് പൊതുസമൂഹത്തിലേക്ക് വന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെതിരെ പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചകത്തിരുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ അകത്തിടുന്നതാണോ ശരിക്കും ഇവിടെ നടക്കുന്നത്? എനിക്ക് രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ കൊണ്ടുപോയി അകത്തിട്ടതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അത് നമ്മുടെ താല്പര്യമല്ല. എന്നിരുന്നാൽ പോലും എനിക്കിത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് മനസ്സിൽ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നവൻ പുറത്ത്, ഈ ഗർഭഛിദ്രം നടത്തി ഗുളിക കൊടുത്തു എന്ന് പറയുന്നവൻ പുറത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ച പെൺകുട്ടി പുറത്ത്. ഇതൊക്കെ ഇവർ 3 പേര് സേഫായിട്ട് പുറത്തിരിക്കുന്നുണ്ട്, ചായം കുടിച്ചിരിക്കുക. പക്ഷേ രാഹുൽ ഈശ്വർ അകത്ത്. ജാമ്യം പോലും കിട്ടിയില്ല എന്ന് തോന്നുന്നു അല്ലേ ആദ്യമേ. എന്നിട്ട് എന്താ പറയാ, ഇലക്ഷന്റെ സമയത്താണെങ്കിൽ വൻ കോമഡി. രാഹുൽ മാങ്കൂട്ടൻ ചായയും കുടിച്ച് ചിരിച്ച് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. എനിക്കത് കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി. അദ്ദേഹത്തിന്റെ അടുത്തല്ല, എനിക്ക് രാഹുൽ ഈശ്വറിന്റെ അടുത്ത് ഭയങ്കര സങ്കടം തോന്നി. അതായത് അയാള് സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ച് മറ്റേയാള് സപ്പോർട്ട് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് എന്ന് വെച്ച് ഞാൻ അയാൾക്ക് വേണ്ടി നിലകൊള്ളണം അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അയാൾ പറയുന്നതിനകത്ത് അയാളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ന്യായം ഉണ്ടാവുമല്ലോ. രാഹുൽ ഈശ്വർ സ്വന്തമായിട്ട് പ്രശ്നത്തിന്റെ കാര്യമല്ല, അയാളുടെ വീട്ടിലുണ്ടായ ഒരു ഇഷ്യൂവിന്റെ പുറത്തല്ല അയാള് പോയി ജയിലിൽ കിടന്നത്. പക്ഷെ എന്താണ് ഇത്രയും ഇഷ്യൂസ് അയാള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കേട്ടപ്പോഴേ എനിക്ക് സത്യമായിട്ട് തന്നെ തോന്നിയത്. ശക്തമായൊരു വിയോജിപ്പുണ്ട്. രാഹുൽ ഈശ്വർ ഇടപെടുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാദിന്റെ കേസ്, രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ്, ഇങ്ങനത്തെ കേസുകളൊക്കെ ആയിരുന്നു ഈ പറയുന്ന രാഹുൽ ഈശ്വർ കൂടുതലായിട്ടും ഇടപെട്ടിട്ടുള്ളതും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ളതും. ചിത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ രാഹുൽ ഈശ്വറിന്റെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിവിടെ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് സ്ത്രീകളും കുറ്റക്കാരികളാണ്. ആ രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം കാലം ഈ പോക്സോ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ ഒരു 10%, 90% പോട്ടെ, 10% എന്ന് പറയുന്നത് ഫേക്കാണ്. ഈ അടുത്ത കാലത്തൊരു അധ്യാപകനെതിരെ ഒരു പെൺകുട്ടി കൊടുത്ത കേസ്, അങ്ങനെ ഒരുപാട് പോക്സോ കേസുകളിൽ ഈ പറയുന്ന രീതിയിൽ പെട്ടുപോയിട്ടുള്ള പുരുഷന്മാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഇവരുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? എനിക്ക് അതിൽ ശക്തമായ വിയോജിപ്പുണ്ട് ഈ പറയുന്ന രാഹുൽ ഈശ്വറിനോട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിനകത്തിൽ വന്ന് അതിജീവിതയ്ക്ക് മുന്നൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നും അങ്ങനെ കുറേയധികം ഡീറ്റെയിൽസ് ഇയാൾ വിളിച്ച് പറയുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ കേരളത്തിൻ്റെ അകത്ത് തന്നെ അങ്ങനത്തെ കുറേയധികം വിക്ടിംസ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ആള് പ്രവർത്തിക്കുന്നില്ല? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മെൻസ് അസോസിയേഷൻ വരുന്നതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒന്നും ആളുകൾ അറിയുന്നില്ല. അല്ലെ, ഞാൻ വളരെ സെൻസേഷനിലായിരുന്നു. ഞാൻ അതുകൊണ്ട് മാത്രം ആ കേസ് മാത്രം എടുത്തു പറഞ്ഞു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കേൾക്കാൻ പോകുന്നതും. ഒന്നാമത്
ഒന്നാമത് കേസിന്റെ ബുദ്ധിമുട്ടുകൾ വേറെ, അല്ലാതെയുള്ള സൈബർ ബുള്ളിങ് വേറെ. ഇപ്പൊ സോഷ്യൽ മീഡിയ വേറെ ലെവലിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇങ്ങനെയുള്ള സാധാരണക്കാർക്കിടയിൽ ഇത് ഇങ്ങനത്തെ ആ കേസിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു പരിധിവരെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ നിലനിൽക്കുന്നത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ ഫേക്ക് ആയിട്ടുള്ള കേസുകളുണ്ട്. ആ ഫേക്ക് ആയിട്ടുള്ള കേസുകളിൽ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ, അതായത് ഫീമെയിൽ ആക്ടിവിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി ഇപ്പം ചെയ്തത് ചിലപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം പേടി ഉണ്ടാവും അവർക്ക്. ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു ഒപ്പീനിയൻ ഞാൻ കേട്ടിരുന്നു. സീക്രട്ട് ഏജന്റിന്റെ അതിനെതിരെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് എത്രയോ കേസ് ഇവിടെ നടക്കുന്നത്, ഇവർക്ക് മാത്രം നീതി വേണമെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കടന്ന് പറയുന്നത്, എത്രയോ റേപ്പ് കേസസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ, ആ രീതിയിലൊരു സംസാരം പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിലെ പിന്നീട് വന്നിട്ടുള്ള റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്ര ഈ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. സെൻസേഷണലായിട്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത്. അതിനകത്തിൽ നടി എന്ന് പറയുന്നത് ഫെയിമുണ്ട്, പണമുണ്ട്, ആ രീതിയിൽ അത്രത്തോളം ഒരു സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കുന്ന ആളാണ്. എന്നിട്ടും അവർക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല. പറയല്ലോ, പണത്തിന്റെ ഒരു പവർ ഉണ്ടെങ്കിൽ ഇവിടെ നീതി നടപ്പാക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പണമുണ്ട്, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ഈ പറയുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊരു തോന്നൽ പോലെ പലർക്കും ഉണ്ടല്ലോ. പക്ഷേ ഈ പറയുന്ന പണവും ഫെയിമും ഈ കൂടെ ആൾക്കാർ ഉണ്ടായിട്ട് പോലും അവർക്കും അത് പറ്റില്ല എന്നത്, അതുകൊണ്ടാണ് ഈ വിഷയം ഇത്ര ചർച്ചയാകുന്നത് എന്നായിരുന്നു അതിന്റെ ഒരു റിയാക്ഷൻസ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്. രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ബാക്കി ഉണ്ടാവുന്ന പോക്സോ കേസുകൾക്ക്, അല്ലെങ്കിൽ ബാക്കി ഇവിടെ പുരുഷന്മാർക്ക് ഒരുപാട് അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഫേക്ക് കേസുകൾ ഉണ്ടാവുന്നുണ്ട്, പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കപ്പെട്ടെന്ന് കുറഞ്ഞിട്ട് 10-12 വർഷം കഴിഞ്ഞിട്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുന്ന കേസുകളുണ്ട്, അതിനൊന്നും എന്താ റിയാക്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇതിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, സെൻസേഷണൽ ആവുന്ന ഇത്തരം കേസുകൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഇവിടെ ഒരു മാറ്റം വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ ഈശ്വർ സെലക്ട് ചെയ്ത് ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകളുടെ കാര്യം ആദ്യം സംസാരിച്ചപ്പോഴേക്കും ഇപ്പൊ ഈ രാഹുലിനെ ജയിലിലിട്ട ആ ഒരു കേസ് തന്നെ എടുക്കാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഇടക്ക് സംഭവിച്ചിട്ടുള്ള, അതായത് കോടതിയെ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കേസുകൾ ഒരുപാട് ഇപ്പോ വന്നിട്ടുണ്ട്. ഇപ്പൊ രാഹുലിനെ എടുത്ത് ജയിലിലിടാമെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ എന്താ പറയാ അവിടെ പുറത്താക്കിയിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് ഇത് ഹോൾഡ് ഉണ്ടെങ്കിൽ കളിക്കാം എന്നുള്ളത് തെളിയിച്ചതാണ് അന്ന് ദിലീപിനെ ജയിലിലിട്ട ആ ഒരു കേസിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു പോരായ്മ തന്നെയാണ്. രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിടാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരമാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇതൊക്കെ ഈ പറയുന്ന സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കേസിനകത്തിലാണെങ്കിലും കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ആഭ്യന്തരത്തിന് തന്നെയല്ലേ. തെളിവുകൾ ഉണ്ടെങ്കിലാണ് ഒരു പക്ഷേ ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കേസിന്റെ പിന്നാലെ ഏറ്റവും കൂടുതൽ പോലീസുകാര് പൊട്ടന്മാരല്ലല്ലോ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള കഴിവുകളുള്ള ആൾക്കാരാണ് ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ തെളിവുകൾ എന്താ പറയാ കൊണ്ടുവന്ന് ഹാജരാക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത കാര്യം നമുക്ക് ചിലപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യേണ്ട വരും. അതുകൊണ്ടൊക്കെയാണ് ഇത് മിസ്സിങ് ആയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് പോലും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇങ്ങനത്തെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസുകളിൽ നമുക്കത് ഉണ്ടാക്കാനല്ല, നമ്മളത് ഒരിക്കലും ഉണ്ടാക്കില്ലല്ലോ തെളിവുകൾ. അതുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കത് എടുത്തു കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനകത്ത് ഇവർ ഫേക്ക് കാണിക്കുന്നത് എന്തിനാന്ന് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ തെളിവുകളൊക്കെ സൃഷ്ടിക്കപ്പെട്ട കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പല ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ഈ ജഡ്ജസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, അവര് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ടൊന്നും പറയില്ല. പക്ഷെ പല ജഡ്ജികളും റിട്ടയർഡ് ആയതിനു ശേഷം പലതും തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ ആ ഒരു ഇരിക്കുന്ന സമയത്ത് കോടതിയോടുള്ള വിശ്വാസ്യത, ചിത്രനെ പറഞ്ഞില്ലേ, പല കേസുകൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോടതിയോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഈ ദിലീപ് കേസിന്റെ കാര്യമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം കേസിന്റെ കാര്യങ്ങൾ, ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഒരുപാട് സെൻസേഷണൽ കേസുകളുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല.
വെറുതെ അത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് ആതിര. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലിഗേഷൻ വന്ന ആള് പുറത്താണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അത് ഇയാള് പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം മറ്റേതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ കാര്യവുമാണ്. അത് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഇതുവരെയായിട്ട് അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? പിന്നെ ഫർദർ കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്വിസ്റ്റുകളുടെ ഒരു കാര്യമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ആദ്യം ഒരു പീഡനം എന്ന് പറയുന്ന അബോർഷൻ ആ ഒരു ട്വിസ്റ്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ അത് ബലാത്സംഗമായി. അതിനുശേഷം മൂന്നാമത്തെ പീഡനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് ഒരു പോക്സോ ആയിരിക്കാം, പറയാൻ പറ്റില്ല. ഇപ്പൊ ബലാത്സംഗമാണ് പറഞ്ഞത്. ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് വരുന്നതൊക്കെ സെൻസേഷണൽ സാധനങ്ങളാണ്. ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം സെൻസേഷണലാണ്. നേരത്തെ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാ. കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ച് അപ്പുറത്തോട്ട് വിട്ട് ഇപ്പുറത്തോട്ട് വിട്ട് ഗ്രൂപ്പുകളിൽ പോകുന്ന പാവം രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാര് അത് സപ്പോർട്ട് ചെയ്യേണ്ടവർ. കാരണം അവർക്കുള്ളിൽ അത് അവരിപ്പോ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസം സംസാരിക്കുന്ന ആൾക്കാർ, അവരുടെ ആക്ടിവിസ്റ്റുകളൊക്കെ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളും എന്താണ് അവർ ബാക്കിയുള്ളവരെ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് നമുക്കും അതിനകത്തും തുല്യത വേണ്ടേ? ഇവർക്ക് മാത്രം സപ്പോർട്ട് കിട്ടിയാൽ മതിയോ? ആണുങ്ങൾക്ക് സപ്പോർട്ട് വേണമല്ലോ എന്തായാലും. ഇപ്പം ആണുങ്ങൾക്ക് സപ്പോർട്ട് വേണ്ട എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇവര് തുല്യനീതിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യണേന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും ഫെമിനിസം കൊണ്ടിട്ട് ബാക്കിയുള്ളവർ ഉദ്ദേശിക്കണ കാണുമ്പോൾ എനിക്ക് തുല്യനീതി നടപ്പാക്കുക എന്നുള്ളതല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫെമിനിസം വ്യാഖ്യാനപ്പെടുന്ന രീതിയും അതേപോലെ ഈ പ്രവർത്തിക്കുന്നത് വേറെയാണ്. വ്യാഖ്യാനപ്പെടുന്ന ഈ സാധനം എത്ര മഹത്തമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് ആരുടെ കയ്യിലാണോ ചെന്നപ്പെടുന്നത് അപ്പൊ അതിന്റെ ആ ഒരു മൂല്യം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അത് ചെല്ലുന്ന സ്ഥലങ്ങളും അത് അവര് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും പോലെ ഇരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഇയാളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് എന്താണെന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ രീതിയിലുള്ള കുറച്ച് കേസുകളുണ്ട്. ഈ പറയുന്ന അലിഗേഷൻസ് ഉണ്ടായി 10 വർഷമോ അല്ലെങ്കിൽ 6 മാസം ഒക്കെ ജയിലിൽ കിടന്നിട്ടുള്ള കുറെ അധികം പുരുഷന്മാർ. ഇലക്ഷൻ ആയതുകൊണ്ടാണ് ദിവസം ജയിലിലിട്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വറിന് അല്ല, ഇങ്ങനത്തെ കേസുകളുണ്ട്. ഈ പറയുന്ന ഫേക്ക് കേസുകൾ ഉണ്ടായിട്ട് പുരുഷന്മാര് ഈ പറയുന്ന നീതികേട് അനുഭവിച്ചിട്ടുള്ള കേസുകളുണ്ട്. അതിനകത്തിൽ കൃത്യമായി അതിൽ ഏതെങ്കിലും ഒരു കേസുമായി മുന്നോട്ട് പോയി ഈ പറയുന്ന ആൾക്കാർ ഏതാണോ ആ വിക്ടിമായ പുരുഷനാണല്ലോ അയാളെ തിരിച്ച് കേസ് കൊടുക്കുക. ആ കേസുമായി മുന്നോട്ട് പോയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ചിത്ര പറഞ്ഞ പോലെ ഒരു പേടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. ഒരു കേസ് മതി. ആ കേസുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ആരെയാണോ ഈ പറയുന്ന പുരുഷൻ ഇങ്ങനെ വിക്ടിമാക്കപ്പെട്ടത് 10 വർഷം 12 വർഷം 6 മാസവും ജയിലിലാക്കപ്പെട്ട് ഈ പറയുന്ന പോക്സോ കേസുകളൊക്കെ തെറ്റായി ഉപയോഗിച്ച് അതിന് ബലിയാടാക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കോടതിയുടെ രീതിയിൽ തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി തിരിച്ച് അതിന്റെ ഒരു ശിക്ഷ വാങ്ങിച്ച് നിങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ഇവിടെ ഒരു പേടി ഉണ്ടാവാൻ പോകുന്നത്. കാരണം നിനക്കിനി ഒരു പോക്സോ കേസ് തെറ്റായി ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് പോവുകയും തിരിച്ച് നമുക്ക് തന്നെ ശിക്ഷ കിട്ടും എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ബോധം ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെടണം. മേ ബി ഈ ഒരുപാട് കേസുകൾ ഇപ്പൊ വരുന്നുണ്ടല്ലോ, അതിനുള്ള സമയം ഇവർക്കും ഗ്യാപ്പും കിട്ടിക്കാണില്ല. കാരണം ഒരുപാട് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോ അടുത്തത് കഴിയുമ്പോ വേറെ. ഇവിടെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഡെയിലി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ പറയുന്ന രീതിയിൽ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്. ഒരു കേസ് വരുമ്പോ നമ്മൾ ആ കേസ് എടുത്തു വെച്ചിട്ട് അതിന്റെ സെക്ഷൻസ് ഒക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ട് ഈ പറയുന്ന രണ്ടുപേരും ഒരുമിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കേസുമായി മുന്നോട്ട് പോയി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഫേക്ക് ആയിട്ട് കേസ് രൂപപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ രൂപപ്പെടുത്തി ഈ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് തിരിച്ചൊരു പണി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കോടതിപരമായി ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതൊരു വലിയൊരു ന്യൂസ് ആവണം, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേടി ഉണ്ടാവും. ഈ നാളെ ഇപ്പൊ എനിക്ക് ഒരാളോട് വ്യക്തിവൈരാഗ്യം തോന്നി ഞാൻ അയാൾക്ക് നേരെ എന്നെ പീഡിപ്പിച്ചു എന്നൊരു കേസ് എനിക്ക് കൊണ്ടു കൊടുക്കാൻ നേരം ഞാനിത് പേടിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ട്, തിരിച്ച് എനിക്ക് തന്നെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പറയുന്ന പെൺകുട്ടിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നൊരു ബോധം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു കേസ് തെളിയണം ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞ രാഹുൽ ഈശ്വറിന് കൊടുക്കാവുന്ന ഒരു സജഷനാണ്. കാരണം എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കേസോ കാര്യങ്ങളോ ഉള്ളത് തെളിയിച്ചാൽ മാത്രമാണ് ആളുകൾക്ക് ഒരു വിശ്വാസ്യത. തിരിച്ച് മാനനഷ്ടത്തിനുള്ള കേസ് അതേപോലെ പരിഹാരം, അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വാങ്ങി കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ
അടുത്ത തവണ നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് സംസാരിക്കുമ്പോൾ അതിന് കുറച്ച് എന്തെങ്കിലും ഒരു കേട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു ബലം തോന്നും, അല്ലെങ്കിൽ ഒരു നിങ്ങളോടുള്ള നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കേസുകൾ നിങ്ങൾ ആ കേസുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നിങ്ങളെ ഒരാളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ജയിലിൽ കിടക്കുകയും ചെയ്യും, മറ്റേ ആൾ ഈ പുറത്തിരുന്ന് ചായ കുടിക്കുകയും സ്കൂട്ടറിൽ പോവുകയും ഇതൊക്കെ ഇവർ നടക്കുകയും പോകുന്നു. നിങ്ങൾ മറ്റേ വെറുതെ ഒരു കോമാളിയെ പോലെ വീണ്ടും അടുത്ത കേസിന്റെ പിന്നാലെ പോവും. നിങ്ങൾ ഈ പറഞ്ഞു വെക്കാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഒരു കാലത്ത് നടപ്പാവാനും പോകുന്നില്ല.